സാക്ഷി ജീവിതം സാക്ഷി ജീവിതം സാക്ഷി. കുടിച്ച് വഴി അവിടെ കിടക്കുകയാണ് യവൻ. ഞാൻ മിണ്ടിയില്ല, മിണ്ടാ കിടന്ന് ഇവിടേക്ക് യവൻ ഇഴിച്ചൊക്കെ ഇരുന്നിട്ട് അവൻ പറഞ്ഞ് നിങ്ങളെ ഞാനും ചാവും, നിങ്ങളെല്ലാവരും ഞാൻ കൊല്ലും. ഞാൻ പറഞ്ഞു കൊല്ല്, അത് നല്ലത്. നീ മക്കൾ പോകുമ്പോൾ എന്നെയും കൂടെ കൊല്ലണ്ടേ മക്കളെ, അപ്പം എനിക്കൊന്ന് കാണണ്ടല്ലോ. ഇവിടേക്ക് അമ്മ എന്നോട് സഹി കെട്ടപ്പോൾ എന്നോട് പറഞ്ഞ അമ്മ എൻ്റെ കുടി ഞാൻ മതിയാക്കും, എന്നെ എവിടെയും കുടിക്കാൻ കൊണ്ട് പോകുമോ മക്കളെ, വേറെ പൈസയൊന്നുമില്ല. സത്യം ഞാൻ ഈ കൊച്ചിനെ ഫോൺ വിളിച്ച് പറഞ്ഞു മക്കളെ ഇത്രയും നീ ചിലവാക്കിയില്ലേടി, ഒരു 10-12 രൂപയുടെ എങ്കിലും മറിച്ചിട്ടാ. ഈ ഉള്ള കൊച്ച് ബാമ്പി കിടന്ന് മണ്ണെണ്ണ കുടിക്കുന്ന പൈസയാണ്. ഒരു 10 രൂപ എൻ്റെ തന്നു മക്കളെ, ഞാൻ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു ശരി, ഞാൻ പൂർണ്ണമായിട്ട് നീ വിശ്വസിക്കുകയാണോ കുടിക്കില്ലെന്ന് തന്നെ, പൂർണ്ണം തന്നെയല്ലേ, ഇനി നീ എന്നെ കൊല്ലിക്കരുത്. ഇല്ല. അപ്പോഴും യമൻ ഒരു ഫോണിരുന്ന് വേറൊരു പയ്യൻ അവിടെ കിടന്ന് ഒരു ഫോൺ ഉണ്ടായിരുന്നു, വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കുടി മതിയാണ്, നിൻ്റെ പൂർണ്ണ ഇഷ്ടത്തോട് വരെയാണ്, വാ എന്നാൽ തിങ്കളാഴ്ച വാ എന്ന് പറഞ്ഞു. മക്കളെ അതിനിടയ്ക്ക് ഇവിടെ ആരെയും മക്കളെ യമൻ വേണ്ട ഇപ്പോൾ ഒരു ഇതിനിടയ്ക്ക് വിളിച്ച് സത്യം ഞാൻ പറഞ്ഞു ഞാൻ കഥയുടെ ഞാൻ പറഞ്ഞു നിനക്ക് നിനക്ക് എന്തൊരു വേല ഇല്ല. ഞാൻ അപ്പം അത് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മക്കളെ ഈ വിളിച്ചത് കേട്ടോ. ഇവിടേക്കും അവിടെ പോവാന്ന് പറഞ്ഞു. എൻ്റെ മൂത്തവളെ മോളുടെ ഞാൻ പറഞ്ഞു അവളെ ഭർത്താവിൻ്റെ മക്കളെ ഒരു ദിവസം കൂടെ ഞങ്ങൾ പോവില്ല. അപ്പം ആരും പോകാനില്ല. 5 മക്കളും കുടുംബവും ചെറുമക്കളുമുള്ള ഞാനാണ്. മക്കളെ എനിക്ക് വയസ്സ് 80 ഞാൻ അവൻ്റെ പറഞ്ഞു ഞാൻ വരാം, നിൻ്റെ കുടി മതിയാക്കി നിങ്ങൾ കുടുംബമായിട്ട് ജീവിക്കാൻ ഞാൻ വരാം. 2 ദിവസം അവിടെ ചെന്ന് കിടന്ന് എനിക്ക് വെപ്രാളും വിറയിലും ഉണ്ടായി. കൈയും കാലും കൂടെ എവിടെയാണ് കിടക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 3 നിയമം എഴുതി അവ കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ അമ്മമ്മ വിടണം, എൻ്റെ സ്വാതന്ത്ര്യമേറ്റ് ഞാൻ ഇവിടെ കിടക്കാം, മക്കളെ ഒരുത്തരും വന്നു നോക്കാൻ ഇല്ല. 3 നിയമം പേരെഴുതി വെച്ച് എന്നെ അങ്ങ് വിട്ട് വീട്ടിൽ വന്ന് ഞാൻ 3 ദിവസം ആശുപത്രി കിടന്ന്. എനിക്ക് ചെബുത്തയില്ല, എനിക്ക് ചെബുത്തയില്ല മക്കളെ. ഞാൻ 16 വയസ്സ് കുട്ടിയെടുത്ത് എൻ്റെ മക്കളെ വളർത്തി. എനിക്ക് സമാനമില്ല. എനിക്കിപ്പം 10 വയസ്സാരും ആരുമില്ല, 10 വയസ്സ് ആരും തരാനില്ല. എനിക്കൊന്നും വേണ്ട, യമൻ സമാധാനമായിട്ട് ജീവിച്ചാൽ മതി. അതിന് തന്നെയാണോ അതിനെ തന്നെ സംസാരിച്ചത്? എനിക്ക് അവളെ കളയുന്നൊന്നുമില്ല മക്കളെ. 2 കുട്ടികളെ ഒന്ന് തള്ളയില്ലാതെ തന്തയില്ലാതെ വളർത്തരുത്. ഇവളിപ്പോഴും മനസ്സിലാക്കുന്നില്ല മക്കളെ. അച്ഛൻ നല്ല മനുഷ്യനാണ്. ഒന്നാമത്തെ കാര്യം ഞാനിപ്പം തുറന്ന് പറയുകയാണെങ്കിൽ ഇവളെ അമ്മയാണ് ഇതിനുള്ള കാരണം മുഴുവനും. ഇവരെ തെറ്റിക്കുന്ന കാര്യം അമ്മയാണ് മക്കളെ, അല്ലാതെ ആരുമല്ല. അച്ഛൻ നല്ല മനുഷ്യൻ. അതുകൊണ്ടാണ് ഞാൻ വസ്തു ഒപ്പിട്ട് കൊടുക്കാനും ഈ വസ്തു വാങ്ങിക്കാനും. പക്ഷെ ആ പാവപ്പെട്ടവൻ മരിച്ചുപോയി. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എൻ്റെ മോന് അച്ഛൻ മരിക്കുന്നതിന് ഒരു 5-6 മാസം മുമ്പേ അച്ഛൻ വീട്ടിൽ വന്നിരുന്നു. ഞാൻ ഇവളായിട്ട് ചെറിയ പ്രശ്നം വഴക്ക് രാവിലെയാണ് സംസാരമായി. ഇതുപോലെ കസാര ഇതൊക്കെ ഇങ്ങനെ വെളിയിലോട്ട് എടുത്ത് ഇങ്ങനെ എറിഞ്ഞത് ഞാനല്ല. അപ്പം ഇങ്ങനെ അച്ഛൻ ഓടി എൻ്റെ വീട്ടിൽ വന്നു. എന്താണ് പ്രശ്നം എന്നിട്ട് ഞാൻ നിങ്ങളെ മോളെടുത്ത് ചോദിച്ചായിരുന്നു പറഞ്ഞു. നിങ്ങളെ മോളെടുത്ത് ചോദിച്ചാൽ ഇത് എന്തിനാണ് കാര്യമെന്ന് നിങ്ങളെ മോളെടുത്ത് ചോദിച്ചായിരുന്നു പറഞ്ഞു. എൻ്റെ അടുത്ത് ചോദിക്കേണ്ടെന്ന് പറഞ്ഞു. അത് ഇങ്ങനെ ഇവിടെ കയറി വന്നതിന് ശേഷം ഇത് ചെയ്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലേ, എന്നെ കുറ്റപ്പെടുത്തിയിട്ട് പോയതേ ഉള്ളൂ മക്കളെ. പിന്നെ ഒരു കാര്യമുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ അച്ഛൻ്റെ അടുത്ത് തന്നെ പറയണം എനിക്ക് കുടി നിർത്താൻ പോകണം, കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര ഒരു ഇടയ്ക്ക് ഒരു 10-3000 രൂപ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ അടുത്ത് തന്നെ പറഞ്ഞു എനിക്ക് കുടി നിർത്താൻ പോകണം. ഇങ്ങനെ കുടി നിർത്തും. കുറച്ച് ദിവസം കുടി നിർത്തി വെച്ചിരുന്നാൽ നമ്മളെ കൂട്ടുകാരങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് കുടി ആ രീതിയിൽ പിന്നും പോകും. അപ്പോൾ ഇത് കുടി നിർത്താനായിട്ട് എവിടെയെങ്കിലും പോയി നിർത്തണമെന്ന് പറഞ്ഞു. ഇവിടെ അച്ഛനും പറഞ്ഞു എനിക്ക് നീ ഒരു വേല, നീ കുറച്ച് പൈസ ഉണ്ടാക്കി, ബാക്കി ഞാൻ നല്ല മനുഷ്യൻ ഞാൻ ചെയ്തോളാം. ഇവിടെ കൊണ്ട് നിൽക്കുകയാണ്, എൻ്റെ വീട്ടിൽ വെച്ചാണ് സംസാരിക്കണം. ചോദിച്ചു നോക്കാം, കൂടെ നിർത്തിയാണ് പറഞ്ഞത്. നീ കുറച്ച് പൈസ ഉണ്ടാക്കും, ബാക്കി ഞാൻ കൂടെ ഇട്ട് കുടി നിർത്താൻ തന്നെ ഞാൻ കൊണ്ടുവന്ന് പറയുക ചെയ്തിട്ടുണ്ട്. രേവതിയുടെ ബന്ധുക്കളോടാണ് ചോദിക്കേണ്ടത്. ഇപ്പം എളുപ്പം ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആണ് വന്നേക്കുന്നത്. 2 പേരും ഒന്നിച്ച് താമസിക്കണമെന്ന് തന്നെയല്ലേ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? നമുക്കത് തന്നെയാണ് ആഗ്രഹം. ഇതിപ്പോ ഇവിടം വരെ എത്തേണ്ട യാതൊരു കാര്യവും ഞാൻ നോക്കിയിട്ടില്ല. അതിനുള്ള ഒരു പ്രശ്നം അവിടെ ഇതുവരെ നടന്നിട്ടില്ല. രേവതിയുടെ അച്ഛന് ഷോക്കേറ്റ് അവിടെ കിടക്കുമ്പോൾ യവൻ ചെന്ന് നോക്കിക്കൊണ്ട് നിന്നിട്ട് എത്ര ശത്രുക്കളായാലും ഒരാൾ ആപത്തായിട്ട് റോഡിൽ വീണാൽ നമ്മൾ ആരായാലും ചെന്നെടുക്കും. അപ്പം അവിടെ ശത്രുതയൊന്നുമില്ല. ഒന്നുമില്ലെങ്കിലും ഭാര്യയുടെ അച്ഛനാണ്. ഞാൻ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. ഈ വിളിയെല്ലാം കേട്ട് ഞാൻ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ കറങ്ങി അവരെ വീട്ടിൻ്റെ അടുത്ത് വണ്ടി വരത്തുള്ളൂ. ഞാൻ അവിടെ നിന്ന്
ബൈക്കും എടുത്ത് ഇവരെ വീട്ടിൻ്റെ അവിടെ വരുമ്പോൾ ആട്ടോ വന്ന് കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ ഞാനാണ് കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോഴും ഇവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇവൻ ആ ചടങ്ങിന് സഹകരിപ്പിക്കരുതെന്ന് എല്ലാവരും പറഞ്ഞതാണ്. പിറ്റേന്ന് മകസറ എഴുതിക്കാൻ ഇവനെയാണ് ഞാൻ കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിൽ. മേഡം ഇത് പറഞ്ഞ ശരിയാണ്. ഇവളെ അച്ഛനും ഇവളെ സഹോദരനുമായിട്ട് ഈ ജോലിക്ക് പോണില്ലെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ 2 ദിവസം കൊണ്ട് ഇവരെ വീട്ടിൽ വഴക്കാണ്. ഈ ചെറുക്കൻ ബാങ്കിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു, അത് റിസൈൻ ചെയ്തു. ഇവ 2 പെമ്പിളരെ കണ്ടി നിന്നെയൊക്കെ 4 എണ്ണത്തിനെ പഠിക്കാൻ വിട്ട് ഇത്രയാക്കി, നീയൊക്കെ ഇനി നിനക്കൊന്ന് വേറെ ചെയ്ത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് 2 ദിവസം കൊണ്ട് വഴക്കായിരുന്നു. 2 ദിവസം കൊണ്ട് വഴക്കായിരുന്നു. ഈ മരിക്കണേൻ്റെ അന്ന് രാവിലെയും വഴക്കാണ് അവിടെ. ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രേവതി വെളിയിൽ അടുക്കള ഭാഗത്ത് വെള്ളമായിട്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇതില്ല, ഞാൻ ഈ തീ എത്തുന്നത് ഞാൻ വിചാരിക്കുന്ന കമ്പ് വന്ന് വീണത്, കമ്പ് അങ്ങനെ തീ എത്തുന്നത് ഇവിടെ അച്ഛൻ. പക്ഷേ ഞാൻ ഓടി വരികയും ചെയ്തു, രേവതി ഓടി വരികയും ചെയ്തു. രേവതി ചെന്ന് ഇവിടെ അച്ഛൻ തറ ഇങ്ങനെ കിണറ്റിൻ്റെ അവിടെ കിടക്കുകയാണ്. രേവതി ചെന്ന് മടിയിലെടുത്ത് തലയെടുത്ത് മടിയിൽ വെച്ച് ഇവിടെ സഹോദരൻ ചെയ്തുകൊണ്ടിരുന്ന മേഡത്തിന് അറിയാമോ, ഏകദേശം ഈ മേഡം നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഇത്രേ ഭാഗത്ത് അവൻ മാറി നിൽക്കുകയാണ് ചെയ്തത്. ഞാൻ ചെന്ന് ഇവിടെ അച്ഛനെ പിടിച്ചിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം അന്ന് ഇവിടെ അച്ഛനെ എനിക്ക് പിടിച്ചു തള്ളിയിട്ട് ഞാൻ കൊന്നയാണെന്ന് എനിക്ക് ഉറപ്പായിട്ട് എൻ്റെ പേര് വരും. ഇവിടെ സഹോദരൻ എന്ത് മാറി നിന്നത്? അല്ല, അങ്ങനെയല്ല. ഷോക്ക് ലൈൻ വഴിയാണ് ഷോക്ക് അടിച്ചത്. അപ്പൊ കമ്പി മാറിപ്പോയി. ഇവിടെ അച്ഛൻ തറയിൽ വീട് ഇങ്ങനെ കിടക്കാണ്. അല്ല പറയട്ടെ, അങ്ങനെ ഷോക്ക് രേവതി പോയി എടുത്തല്ലോ. അല്ല, അങ്ങനെയല്ല. ഷോക്ക് അടിച്ച ഞാൻ ഓടി വിളി കേട്ട് അമ്മയെ വിളിച്ച് ഓടി വന്നേണ്. അപ്പൊ അനിയൻ ചെന്ന് അച്ഛനെ ചെന്ന് പിടിക്കാൻ, കമ്പി ഇങ്ങനെ ടച്ചായി കിടക്കുകയല്ലേ. അപ്പൊ അച്ഛൻ അവൻ മുള വെച്ച് അടിച്ചിട്ടിട്ട് ഈ കമ്പി പിടിച്ച് ഇങ്ങനെ മാറ്റാൻ നേരത്ത് അവന് ഷോക്ക് ആയിട്ട് ലൈനിൽ നിന്നുള്ള നേരിട്ട് അപ്പൊ അവൻ ഇങ്ങനെ തെറിച്ച് വിറക്കോട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് വിളിയിൽ അവിടെ നിന്ന് ഓടിഞ്ഞ് വന്നപ്പോ ഇവൻ പിറന്നോട്ടിരിക്കുന്ന അമ്മയും പിറന്നോട്ടെന്ന് വെച്ചാൽ അവൻ ഷോക്ക് ഏറ്റുകൊണ്ട് അവനും ചെന്ന് പിടിച്ചപ്പോ അവനെ തെറിച്ചതാണ് അതിൽ നിന്ന് അടിച്ച്. അപ്പൊ അവന്റെ കയ്യിലൊക്കെ ഇങ്ങനെ അഴിഞ്ഞ് അവൻ അവിടെ നിന്ന് വിളിക്കുന്നതേ ഉള്ളൂ എൻ്റെ അച്ഛന്ന്. അവൻ പെട്ടെന്നുള്ള ഇതിൽ അവൻ പേടിച്ചിഞ്ഞ് മാറിയിരിക്കുന്നു. അപ്പൊ ഞാൻ ചെന്നപ്പോ അച്ഛൻ തറയിൽ കിടക്കുന്നതാണ്. ഇത് ഇപ്പം അയാൾ പറഞ്ഞ ഒരു കാര്യം വളരെ പോയിന്റായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. കാരണം അയാളെ കുറിച്ച് അത്ര നല്ല അഭിപ്രായം ഇല്ലാത്ത ആങ്ങളമാരും ഒക്കെ ആവുമ്പോൾ അയാളെ കുടിച്ചുകൊണ്ട് വന്ന് എന്തെങ്കിലും ചെയ്തെന്ന് വല്ലൊരു പറയുമോ എന്നുള്ളൊരു പേടി കൊണ്ട് അയാൾ അടച്ച് നിന്നെന്നാവാം. എന്നാൽ സ്വാഭാവികമായിട്ട് തോന്നും എന്തെങ്കിലും ചെയ്ത് നീ എല്ലാം പിടിച്ചു തള്ളിയാണെന്നോ അല്ലെ കറണ്ട് കമ്പിയിലോട്ട് തള്ളി വിട്ടാണെന്നോ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? വീട്ടുകാർ പിന്നെ രേവതിയുടെ അമ്മയുണ്ട്, രേവതി പോയിരിക്കുന്നു, രേവതിയുടെ സഹോദരനുണ്ട്. ഇതും കവിഞ്ഞാണ് അയാൾ പോവേണ്ടത്. അങ്ങനെ പോകണമെങ്കിൽ അത്രയും ബന്ധത്തിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം. അപ്പം നമുക്ക് പറയാം ഇത്രയും സ്നേഹമായിട്ട് നിൽക്കുന്ന ഒരാൾ ഓടിപ്പോയതാ പിടിച്ചില്ലല്ലോ എന്ന് പറയാം. അതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും പിടിക്കുകയും ഒരുപാട് മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തൊരവസ്ഥയാണ്. നമുക്ക് ഇപ്പൊ അതല്ല നമ്മുടെ ഇവിടുത്തെ കാര്യം. ഞാൻ നിങ്ങൾ കുടുംബക്കാർ പ്രായമുള്ളവരോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ അതിന്റെ രീതി. അവര് ഇതുവരെ പിരിഞ്ഞു പോകണമെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. 2 പൊടി കൊച്ചുങ്ങളുണ്ട്. പിന്നെ അവന്റെ സ്വഭാവം എന്ന് പറയുന്നത് ആഴ്ചയില് ഒരു ദിവസം അല്ലെങ്കിൽ എല്ലാം അല്ല അയാൾ തന്നെ പറഞ്ഞത്, വേറൊരാളല്ല പറഞ്ഞത്. അയാൾ തന്നെ അയാളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മളും അവിടെ ഒക്കെ അന്വേഷിച്ചു കഴിഞ്ഞു. ഇപ്പൊ അയാളൊരു ട്രീറ്റ്മെന്റും ഒക്കെ കഴിഞ്ഞ് അയാൾ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞാണ് ഇവിടെ പരാതി വന്നിരിക്കുന്നത്. അല്ലാതെ ഭാര്യയുടെ വീട്ടുകാരെ പരാതിയല്ല. ഇവര് അവിടെ ജീവിക്കുന്നതിന് ആരും തടസ്സമല്ല ഇന്നത് വരെ. കാരണം ഇവന്റെ 1-2 കേസിൽ ഞാൻ തന്നെ ഇടപെട്ടിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് കുടുംബ വഴക്കുകൾ, അങ്ങനെ എല്ലാ കുടുംബങ്ങളിലും ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു കുഞ്ഞ് ജനിച്ചു, എല്ലാം കഴിഞ്ഞു, താമസമാക്കി. നമ്മൾ അതൊന്നും അല്ല, നമുക്കിപ്പോൾ അതൊന്നും അല്ല. നിങ്ങളുടെ അവര് 2 വീട്ടുകാർക്ക് ഇതിനകത്താണല്ലോ താല്പര്യം എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇനി അങ്ങനെ അന്നത് ചെയ്തു ഇന്നത് ചെയ്തു എന്നുള്ള കുറ്റങ്ങളൊന്നും പറയണ്ട. അതൊക്കെ കൂടുതൽ സ്പർദ്ധ ഉണ്ടാക്കാനല്ലാതെ ഇതുമായിട്ട് യാതൊരു തരത്തിലും സഹായവും ആവില്ല ഈ കേസിൽ. പെൺകുട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത് അവന്റെ കൂടെ ജീവിക്കണോ വേണ്ട എന്നുള്ളത്. ഒരു പെൺകുട്ടി മാത്രം തീരുമാനമെടുത്തൊരു കാര്യങ്ങളും സ്വയംവരം നടത്തുന്ന ഒരു കാലഘട്ടം അല്ല നമുക്ക്. കുടുംബങ്ങളെല്ലാം വിളിച്ച് നമ്മൾ ഇത് ആലോചിക്കേണ്ട കാര്യവും പെൺകുട്ടി തീരുമാനമെടുത്താൽ പോരാ. നിങ്ങളുടെ വീട്ടുകാരുടെ താല്പര്യം, അവരുടെ വീട്ടുകാരുടെ താല്പര്യം, അവിടെയുള്ള പ്രദേശത്തുള്ള ആൾക്കാര്, ഈ കുഞ്ഞുങ്ങളുടെ ഭാവി, ഇതെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ഒരു സംഗതി വേണമെന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടല്ലോ ഇവിടെ. ഈ മരണച്ചടങ്ങ് നടക്കുന്നതിന്റെ ഇടയ്ക്ക് എന്റെ മാതാവിന് ഞാനും കൂടെ നിൽക്കവെയാണ് പറഞ്ഞത്. അവൻ അവിടെ താമസിച്ചാൽ എവളെ സഹോദരന്മാർ ആരെങ്കിലും അവൻ കൊല്ലുമെന്ന് എന്റെ കൂടെ അന്ന് പറഞ്ഞത് വേറെ കാര്യം. അന്ന് അത് പറഞ്ഞെങ്കിൽ ഇങ്ങനെ സംഭവിച്ചുകൂടാ എന്ന് ഇല്ലെന്നാണ് മാഡം പറഞ്ഞത്. എന്തെല്ലാം വാക്കുകൾ അയാളുടെ ജീവിതത്തിൽ അയാൾ നിങ്ങളോട് പറഞ്ഞു കാണും, നിങ്ങൾ അയാളോട് പറഞ്ഞു കാണും. അതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇടപെട്ടിട്ടില്ല. അതിനുള്ള റെസ്പെക്ട് ഞാൻ കൊടുക്കുന്നുണ്ട്, പുള്ളി അതുപോലെ എനിക്ക് തരുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ ഈ വിഷയത്തിന് അവരുമായിട്ട് ഇടപെടുകയോ ഈ വിഷയത്തിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പൊ പറയുന്ന ഒരു വിഷയം എന്ന് പറയുമ്പോൾ മേഡം പറഞ്ഞല്ലോ,
ഇവര് ഇനി ഒരുമിക്കുന്ന കാര്യത്തിൽ ഒരു ദിനം ഇപ്പൊ പോയിട്ട് 3 മാസമായി. ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചിട്ട് 3 മാസമായി. നിങ്ങൾ എന്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഇവൻ ഓടി എവിടെ ഓടുന്ന എവിടെ 2 കുഞ്ഞുങ്ങളുടെ കയ്യല്ലേ. ഇത് 1 പ്രാവശ്യം 2 പ്രാവശ്യം അല്ലല്ലോ, ഒത്തിരി പ്രാവശ്യം ചെയ്യണത്. ഈ കുട്ടി 2 മക്കള് ഭാര്യ കൊണ്ട് അവർ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നു. ആ കുട്ടിയെ സംരക്ഷിക്കാൻ വേറെ ആരുമില്ല. അവന്റെ അളിയന്മാർ 2 പേരും ഇവനുമായിട്ട് യോജിച്ച് പോകുന്നില്ല. പ്രശ്നങ്ങൾ തൊട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഭാര്യ 2 കുഞ്ഞുങ്ങളുണ്ട്, അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്കുള്ളതാണ്. അപ്പൊ ഞാനൊരു പ്രശ്നക്കാരനാകരുത്. ഞാൻ അവരുമായിട്ട് ഞാൻ സ്വന്തം അമ്മാവി സ്വന്തം മക്കള് അവനെ ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് ഇനി മാപ്പിള വേണമെന്ന്. ഇവിടെ കൊച്ചിച്ച് പറഞ്ഞത് ശരിയാണ്. എന്താ പറയുക, ഞാൻ ഓടിപ്പോണു എന്ന് പറയുന്നത് ശരിയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ ജോലി കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വരാതെ ഇവരെ വീട്ടിൽ, എൻ്റെ വീട് ഇവരെ വീട് വരെ തൊട്ടടുത്താണ്. ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കുമ്പോഴത്തേക്ക് ഇവരെ വീട്ടിൽ എൻ്റെ ഭാര്യയെ നിർത്തേണ്ട കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു വഴക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ഇവരെ വീട്ടിൽ എൻ്റെ ഭാര്യയെ പിടിച്ച് നിർത്താം. അല്ലെന്നുണ്ടെങ്കിൽ ഇവരെ എൻ്റെ വീട്ടിൽ പറഞ്ഞു വിടണോ? അവരെ വീട്ടിൽ വന്ന് വിളിച്ചോ? നിന്റെ വീട് ഓരോ വീടോട്ട് എത്ര ഡിസ്റ്റൻസ്? കുറച്ച് ഒരു വിളി കേട്ടാൽ ഓടി വരുന്ന ദൂരമുള്ളൂ. ആ വീട്ടിൽ ഒരു വിഷയം നടക്കുമ്പോഴത്തേക്ക് അവള് ഓടി വരുന്നത് ജോലി കഴിഞ്ഞ് വന്ന് എന്റെ വീട്ടിൽ വന്നില്ല, വിട്ടില്ല. അത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മേഡം, വിട്ടിട്ടില്ല. ഞാൻ പിറ്റേ ദിവസം വന്ന് വെളുപ്പാങ്കാലത്ത് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾ തങ്ങളിലുള്ള വിഷയം നിങ്ങൾ തങ്ങളുടെ സംസാരിച്ച് അവിടെ തീർക്കണമെന്നല്ലാതെ ഇത് ഭാര്യ സഹോദരമായിട്ട് ഇത് അബദ്ധം പറ്റിപ്പോയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കുള്ള ഓഹരിയും വിറ്റ് അവിടെ കൊണ്ടുവന്ന് അവിടെ വീടും വെച്ച് അവരുടെ മൂക്കിന്റെ താഴെ താമസിച്ച് എല്ലാ കാര്യങ്ങളും അവർ ഇടപെടേണ്ട അവസ്ഥ ഉണ്ടാക്കിയതാണ് ഏറ്റവും വലിയ തെറ്റ്. അത് മാത്രമല്ല, വീട് വെക്കാനുള്ള സകല ഹെൽപ്പും ഈ കുട്ടിയുടെ അച്ഛനാണ് എല്ലാം ലാസ്റ്റില് ഗൾഫിൽ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് പിന്നെ പോകില്ല എന്ന് പറഞ്ഞ് അവിടെ കഷ്ട പ്രയാസമാണെന്ന് പറഞ്ഞ് തിരിച്ച് ആ പിണങ്ങിയിരുന്ന മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മണിയണ്ട ഇന്നാണ് കേസ്, ഇന്ന രീതിയാണ്. അവന് ടിക്കറ്റ് എടുക്കാൻ പോലുള്ള ഓരോ പൈസ ഞാനാണ് കൊടുത്തത്. ഇവിടെ ഈ പാനലിന്റെ മുമ്പിൽ തീർപ്പ് പറഞ്ഞ് ഒരു സ്ഥലത്ത് കുറച്ചുകൂടെ മാറി ഒരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുക തൽക്കാലം. പിന്നെ ആ വീട് കൂടുതൽ സൗകര്യങ്ങൾ ഈ പറഞ്ഞ പോലെ കിണറും വെള്ളവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രശ്നമാവണ്ട, അവിടെ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടാക്കി അവിടെ താമസിക്കുന്നോ അതല്ല മറ്റൊരിടത്തോ അതൊക്കെ തീരുമാനിക്കാൻ നമുക്ക് സമയമുണ്ട്. തൽക്കാലം ഒരു വീട് വാടകയ്ക്കെടുത്ത് മാറി താമസിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ നോക്കി ഇപ്പൊ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇതിന് നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ അത് പോവും. മെച്ചപ്പെട്ട ജോലിയല്ലേ എല്ലാവരും അന്വേഷിക്കുന്നത്. അത് കിട്ടുമ്പോൾ അത് മുമ്പോട്ട് പോകും. അയാൾക്ക് തന്നെ ശമ്പളത്തിന് അയാൾ പോകാന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാം എന്നാണ് ഇപ്പൊ തീരുമാനം എടുത്തിരിക്കുന്നത്. അതല്ല ഇവരുടെ വീട്ടിലേക്ക് പോയി താമസിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് വീടെടുക്കുന്നതിന് പകരം അവിടെ കിണറും സൗകര്യവും ഉണ്ടാക്കി അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നാളത്തേക്ക് പോക്കും വരവും വേണ്ട. ആരും ആരുടെ കാര്യങ്ങൾ ഇടപെടേണ്ട അതൊരു തീരുമാനത്തിൽ പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഏത് സ്ഥലത്താണ് വീട് എടുക്കാൻ പോകുന്നത്? വീട് എടുക്കണ ഇപ്പൊ ആർട്ടെങ്കിൽ സൈഡിൽ അങ്ങനെ വീട് എടുത്ത് നോക്കാൻ പറ്റൂല. ഇപ്പൊ അതിന് മറ്റേ ഒരുപാട് ദൂരവും കാര്യങ്ങളും ഇല്ലാത്തൊരു സ്ഥലമായിട്ട് നോക്കിയെടുക്കുക. അപ്പൊ ഇവിടെ ഏറ്റവും നല്ലൊരു സ്കൂളുള്ള സ്ഥലവും കൂടെ ആയിട്ട് നോക്കണം. അവിടെ സ്ഥിരമായിട്ട് സ്കൂളിൽ പോകാൻ പറ്റണം. പിന്നെ ഭാവിയിൽ എന്താണുള്ളത് അത് പാനൽ തീരുമാനിക്കട്ടെ മേഡം. അല്ല, ഇപ്പൊ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വീട് എടുക്കുന്നവരെ ഞാൻ പോവും ജോലിക്ക്. തീർച്ചയായിട്ടും ഇപ്പൊ ആറ്റിങ്ങിൽ വീടെടുത്താലും വർക്കല ജോലിക്ക് പോകുന്നതിന് തടസ്സമില്ല. അല്ല, അത് ഈ കുഞ്ഞുങ്ങളെ അവിടെ നോക്കാൻ അത് കുഞ്ഞുങ്ങളെ വൈകുന്നേരം വരുന്ന സമയത്തൊക്കെ അവരോട് ഉണ്ടാവണം മേഡം. കാരണം ഇവരുടെ വീട്ടിലാരുണ്ടാവും. അത് പ്രസാദ് അഡ്ജസ്റ്റ് ചെയ്ത ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നതിനും കുട്ടിയുടെ സ്കൂളിന്റെ കാര്യവും മറ്റെല്ലാ ഉത്തരവാദിത്തങ്ങളും പ്രസാദിനെ കൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുക. നമ്മൾ ഒറ്റ വാശിക്ക് അങ്ങ് കിണറ്റി ചാടിയിട്ട് പിന്നെ 9 വാശി എടുത്താലും മേൽപോട്ട് ആരെങ്കിലും വേണം. സാമ്പത്തികമായിട്ടുള്ള ബാധ്യത മറ്റു കാര്യങ്ങൾ നിൽക്കും. അമ്മ വന്ന് നിൽക്കുവോ കൂടെ? പറ്റില്ല. എന്നാലും മാത്രമല്ല പ്രായമായി വീട് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോകാൻ പറ്റില്ല. ജോലിക്ക് പോകുന്നില്ല, നിങ്ങളുടെ വീടും മറ്റു കാര്യങ്ങളും ഈ സ്കൂളിന്റെ കാര്യം എല്ലാം നിങ്ങൾ ചെയ്യുന്നത് വരെ അത് പോകുന്നുള്ളത് പറഞ്ഞു. അല്ലാതെ വേറെ ജോലി പറഞ്ഞല്ലോ, വേറെ മെച്ചപ്പെട്ട ജോലി കിട്ടുമ്പോൾ നിങ്ങൾ പോകണം. ജോലി കിടന്ന് വേസ്റ്റ് ആക്കുന്നല്ല പറയുന്നത്. പക്ഷെ അത് അയാളുടെ മനസ്സിലെ ചില ആഗ്രഹങ്ങൾ അയാൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ അയാളെക്കാളും നല്ലോണം കുറച്ചുകൂടെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിനെ പറ്റി നല്ല ജോലിക്ക് ശ്രമിക്കാം. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ശ്രമിക്കാമല്ലോ. അങ്ങനെ ശ്രമിക്കാം. അതുവരെ അയാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് അയാൾക്ക് തെളിയിക്കാൻ ഒരു അവസരമാണ് അയാൾ ചോദിക്കുന്നത്. എനിക്ക്
ഉറപ്പ് വേണ്ടേ? ഉറപ്പ് ദാ ഇവിടുന്ന് തരും. രേവതിക്ക് എന്താ ഉറപ്പ് എന്താണെന്ന് അല്ല പ്രസാദ് ഉണ്ടായിരിക്കും, അത് അവര് പറയുന്ന വേറെ ഒന്നും അല്ല, ഇനിയിപ്പോ പഴയ പോലത്തെ സ്വഭാവം അവർക്ക് ഉറപ്പ് കിട്ടണം, അതാണ് അവരുടെ. കാരണം ഇത്ര ഇതിൽ ഞാൻ ഇങ്ങനെ നടന്നതാണ്. അത് അവർ പറയുന്നത് ശരി തന്നെ. ഒന്നുമില്ല, നമ്മൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കാതിരിക്കുക. അതുപോലെ തന്നെ മറ്റു ഉത്തരവാദിത്തങ്ങളെല്ലാം ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്കും കുഞ്ഞുങ്ങളുടെ അച്ഛൻ എന്നുള്ള നിലയ്ക്കും നോക്കിക്കോളാം എന്ന് ഉറപ്പുവരിക. പിന്നെ ഭാവിയിൽ മെച്ചപ്പെട്ട ഒരു ജോലി കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനോ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനോ പ്രശ്നം വരാത്ത രീതിയിൽ ജോലിക്ക് പോകാനും നിങ്ങൾ അനുവാദം കൊടുക്കണം. അത് കുഞ്ഞുങ്ങളുടെ കാര്യം അവർ നോക്കുമല്ലോ. അതിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയോ അവരുടെ വീട്ടിൽ കൊണ്ട് നിർത്തിയോ വളർത്തുക എന്നുള്ളതല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് വളർത്താനുള്ള രീതിക്ക്. അല്ല, ഇപ്പൊ സ്കൂൾ വെക്കേഷനായി, കുട്ടി പഠിക്കുന്നോ? UKG. അതല്ല, അത് ആ വീട് എടുക്കുന്നവരെ സംബന്ധിച്ചല്ലേ, അല്ലെ സെറ്റപ്പും കാര്യങ്ങളും നടത്തുന്നത് വരെ. നിങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയല്ലേ ഉള്ളൂ, നിങ്ങൾക്കും കുറച്ച് പൈസ റെഡിയാക്കേണ്ട കാര്യമുണ്ടല്ലോ. അയാളെ വീണ്ടും അതിലേക്ക് കൊണ്ടുപോകാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ കുടുംബാംഗങ്ങളിൽ ഒരു ശ്രദ്ധ ഏറ്റവും അത്യാവശ്യം. വളരെ അതാണ് ഏറ്റവും വലിയ അത്യാവശ്യം. വീണ്ടും ഒരാളിനെ നിങ്ങളുടെ ആ സഹകരണം റിലേറ്റീവ്സ് ആണ് ഒക്കെയാണ്, എന്നാലും അവര് പറയുന്നത് എല്ലാം അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കരുത്. എത്രയോ ഇപ്പം അമ്മയാണ് നമ്മുടെ അമ്മയാണ് ഒക്കെയാണ്, പക്ഷെ എല്ലാം അങ്ങ് അമ്മ പറയുന്നതിനകത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അമ്മ മക്കളെ വിട്ടു. അങ്ങനെ ഞാൻ അമ്മ പറയുന്നത് അങ്ങനെ വിശ്വസിക്കുന്നതൊന്നുമില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ പറയാറും സംസാരിക്കാറുള്ളൂ. ഇവരിൽ നിന്ന് അങ്ങനെയുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ അവിടെ ഇരിക്കുന്നവരൊക്കെ വെറുതെ ഇരിക്കുകയാണോ? അതുകൊണ്ടാണ് ഞാൻ അമ്മയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള അനാവശ്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ രേവതിക്ക് എനിക്ക് തോന്നുന്നു രേവതിക്ക് ഒരു വിഷമം വന്ന് അച്ഛനെ ഉപദ്രവിച്ചു, അച്ഛൻ മരിക്കുകയും കൂടെ ചെയ്തുകൊണ്ട് രേവതിക്ക് അത് ആഴത്തില് മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ രേവതിയുടെ മക്കളില്ലേ, രേവതിയുടെ മക്കൾ നോക്കുമ്പോൾ അച്ഛൻ കുറ്റമെല്ലാം സമ്മതിച്ച് തിരിച്ച് വന്നിട്ടും രേവതി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അത് നാളെ രേവതിയെ രേവതിക്ക് ആ ഒരു ഫീലിംഗ് ശക്തമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛൻ മരിച്ചുകൊണ്ടാണ്, പക്ഷെ അത് ഇനി തിരിച്ച് ആവർത്തിക്കും പുള്ളി. അത് ഇത്രയും കാല് പിടിക്കുക, സ്നേഹമുണ്ട്, ഈ മദ്യപാനം, പിന്നെ ആ ഒരു വളർന്നു വന്നതിൻ്റെ ആ ഒരു കുഴപ്പം വിട്ടു കഴിഞ്ഞാൽ രേവതിയോട് ഭയങ്കര സ്നേഹമുണ്ട്, അത് മനസ്സിലാവുന്നുണ്ട് അല്ലേ? രേവതിയുടെ മക്കള് നാളെ രാവിലെ ഈ ചോദ്യമൊക്കെ ചോദിക്കും. ഇവരൊക്കെ ഇരിക്കുന്നവരൊക്കെ മാറും, ഇവരൊന്നും ഒന്നുമില്ല. ഞങ്ങള് പറഞ്ഞതല്ലേ, നിങ്ങളോട് താമസിക്കാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് കൊഴിയും. അന്ന് ഈ പറഞ്ഞത് ഒന്നും കാണത്തില്ല. നമ്മുടെയൊക്കെ അനുഭവം കൊണ്ട് പറയുക. ജോലിക്ക് വേണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് താമസിക്കാറുണ്ടല്ലോ. ഞങ്ങളാരും പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ബോൾഡ്നെസ് ഉണ്ടല്ലോ, അതുപോലെ നിന്നാ മതി. ഇപ്പൊ ജോലി വേണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണ് ശരിക്കും വേണ്ട. അതുപോലെ തന്നെ നിന്നാ മതി ലൈഫിലും. ഇതിപ്പോ എന്റെ ഇതിൽ സംശയം ഉണ്ടെന്ന് ഇനി സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഈ 2 മാസം ഞാൻ ഇവരോട് ജീവിച്ചോളാം. ഈ 2 മാസം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവര് ഞാൻ വീട് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ വരാൻ പറ്റൂ എന്നുള്ള ഒരു രേവതി ഒരു കാര്യം മനസ്സിലാക്കണം. രേവതിക്ക് രേവതിയുടേതായിട്ട് ഒരു കുടുംബമുണ്ട്, ഭർത്താവ്, 2 മക്കള്. ഈ കുടുംബത്തെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതല ഭർത്താവിനെ പോലെ തന്നെ രേവതിക്കും ഉണ്ട്. രേവതി ഇന്ന് കുഞ്ഞല്ല, 2 മക്കളുടെ അമ്മ, അയാളുടെ ഭാര്യ. ഈ കുടുംബം സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതല നമ്മുടെ അമ്മയും സഹോദരന്മാരും മറ്റുള്ളവരൊക്കെ മാറി നിൽക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ ആദ്യം ചിന്തിക്കുക കേട്ടോ. അതിനകത്തൊരു പോറൽ വീഴാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്ക്. ഈ 2 മാസം സമയം കൊടുക്കാന്ന് പറയുന്നത് പിന്നെ അവരുടെ ആരുടെയും ഇടപെടലില്ലാതെ ആ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? ഒരു ഇതിലില്ലാതെ 2 മാസം ഞാൻ വെച്ച വീട്ടിൽ 2 മാസം ഞാൻ താമസിച്ചോളാം. ഏത് വീട്ടില്? 2 മാസം കഴിഞ്ഞ് അവിടെ നിന്നുകൊണ്ട് എന്റെ എല്ലാ രീതിയിൽ അറിഞ്ഞതിന് ശേഷം ഞാൻ വീട് അവിടെ നിന്നുകൊണ്ട് എന്നെ വാടകയ്ക്ക് എടുക്കാം. അപ്പോഴത്തേക്ക് എന്റെ ഇവിടെ വരാൻ അത് സമ്മതമാണോ? സമ്മതാണ്. പക്ഷെ അപ്പൊ ഈ വെച്ച വീട്ടിൽ താമസിക്കണമെന്ന് പറയുമ്പോ അവിടെ കിണറും അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ വെള്ളത്തിൽ വാട്ടർ പൈപ്പ് ഉണ്ടോ? പക്ഷെ അവിടെ ലൈൻ അങ്ങോട്ട് പോയിട്ടില്ല. അത് എത്ര, ഈ വീടിൽ നിന്ന് എത്ര ദൂരം ഉണ്ട്? ഒരു 160 അത്രല്ലേ ഉള്ളൂ. ആവശ്യമുള്ള വെള്ളം അവിടെ പോയി എടുക്കാമല്ലോ. ഇവരുടെ ബന്ധുക്കളോ മറ്റാൾക്കാരോ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഈ 6 മാസത്തിനടുത്തേക്ക് നടക്കരുത്, ഉണ്ടാകാനേ പാടില്ല. അയാളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയോ കാര്യങ്ങളോ വന്നാൽ നിങ്ങൾക്ക് പാരന്റിനോട് പരാതിപ്പെടാം തീർച്ചയായിട്ടും. ഞാൻ ഇവിടെ അവിടെ പോകുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് ഇവരെ ബന്ധുക്കളാ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഇങ്ങോട്ടും വരില്ല. പിന്നൊരു കാര്യം, നിസാരമായ കംപ്ലൈന്റ്സ് ഈ പ്രസാദിന്റെ ഭാഗത്തു നിന്നുണ്ടായാല് അതിലിടപെടാൻ അമ്മയെയോ നമ്മുടെ ബന്ധുക്കളെയോ ഇടപെടാൻ അനുവദിക്കരുത്. നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കുക. ഇപ്പൊ എന്താ പറയാ മേഡം, ഇവിടെ പോയിരുന്നാലും ഇവരെ ബന്ധുക്കളായിട്ട് ആരുമായിട്ട് എന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ
ഇപ്പൊ ഇതായിട്ട് വന്ന് എടോ സംസാരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. എന്നെ വഴക്ക് പറയാനായിട്ട് എന്തായാലും വരും. ഇയാള് വഴക്ക് പറയാൻ ഇടയുണ്ടാക്കരുത്. അല്ല ഇപ്പൊ പോണ സമയത്ത് ഇപ്പൊ എല്ലാരും വരും. അങ്ങനെയൊന്നും വരില്ല. അതെ, ഈ അവർക്കും ആഗ്രഹമുണ്ട്. അവരുടെ കുട്ടിയായ രേവതി, അവള് നല്ലപോലെ ജീവിക്കണമെന്ന് അവർക്കും ആഗ്രഹമുണ്ട്. മാഡം, ഇതിപ്പം പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധുവാണെന്ന് പറയുന്നു, അവരുണ്ട് ഇവരുണ്ട് കൊച്ചച്ഛൻ ആരോ ആയിക്കോട്ടെ. അതാ ഇവിടെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ തീരുമാനമെടുത്തു. കുറച്ച് നാൾ അവരെ ഫ്രീ ആയിട്ട് വിടുക. ഉപദേശങ്ങളൊന്നും വേണ്ട കാര്യമില്ല. തീരുമാനം എടുക്കാൻ അവർക്ക് തന്നെ രണ്ടുപേർക്കും കഴിവുണ്ട്. അയാളുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും എത്രമാത്രം കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടാണ് നിൽക്കുന്നത് അയാൾ. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ അതിന് വില കൊടുക്കണം. അതിനൊരു വില കൊടുക്കണം. അയാൾ ഒരു കടുംപിടുത്തവും പിടിച്ചിട്ടില്ല. പിന്നെ ജോലിയുടെ കാര്യത്തിൽ അയാൾക്ക് കുറച്ചുകൂടെ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, മെച്ചപ്പെട്ട ഒരു ജോലി ചെയ്തുകൂടെ എന്നൊരു അഭിപ്രായം മാത്രമേ പറഞ്ഞുള്ളൂ. അത് അങ്ങനെ ഒരു ജോലിക്ക് അയാളും ശ്രമിക്കും, രേവതിക്കും ശ്രമിക്കാം, കിട്ടിയാൽ അങ്ങോട്ട് മാറാം. രണ്ടുപേരും കൂടെ ആലോചിച്ചൊരു തീരുമാനം. അതേ ഉള്ളൂ. ഇത് കുറച്ച് കാലത്തേക്ക് ജോലി കഴിഞ്ഞാൽ വീട്ടിൽ പതിവാ, ഭർത്താവിന്റെ ആഹാരവും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുക. വീട്ടിലെ കാര്യങ്ങൾ ഭർത്താവിന് ആഹാരം വെച്ച് കൊടുക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം. അതൊക്കെ അവര് ജയിക്കാൻ വേണ്ടി പറയുന്ന ഭർത്താവ് തന്നെ വരുന്നവരനെ ചോറ് വെച്ചിരുന്ന കറിയൊന്നുമില്ല. അത് ശരിയാണോ? അയാൾ ജോലിയും കഴിഞ്ഞ് വരുന്നതാ, ആഹാരം കൊടുക്കണ്ടായോ? ഒരു ഭാര്യയുടെ ചുമതലയല്ലയോ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ അവര് ജയിക്കാൻ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. രണ്ടുപേരും ജോലിക്ക് പോകുന്ന വീടുകളിൽ ഇപ്പൊ എല്ലാം വളരെ കോമൺ ആണ്. ഒരു അത്ഭുത സംഭവമല്ല. രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. രണ്ടുപേരും പ്രസാദം കൂടെ സഹായിക്കണം. ഭാര്യയും ജോലിക്ക് പോകുന്നതാ, അവരെയും സഹായിക്കണം വീട്ടുകാര്യങ്ങള് നിർവഹിക്കാനായിട്ട്. ഈ അടുക്കളയിലൊക്കെ സഹായിച്ചു കൊടുക്കണം. ഇപ്പൊ എന്തായാലും ഇപ്പൊ ഈ രീതിക്കൊക്കെ തീർപ്പാക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വീട് വാടകയ്ക്ക് എടുത്ത് മാറാമല്ലോ. മാറാം. അതുവരെ ആ സമയത്ത് പിന്നെ വരൂല എന്ന് വരാൻ അങ്ങോട്ടല്ലേ പോകുന്നത്? വാടകയ്ക്ക് എടുക്കാൻ അത് വന്നോളൂ കൊച്ച്. ഇപ്പൊ ഇവരുടെ ആവശ്യം അനുസരിച്ച് അയാളുടെ ഭാഗത്തുനിന്ന് ശരീര പീഡനമോ അവരെയോ അവരുടെ വീട്ടുകാരെയോ കുറിച്ച് മോശമായ ഒരു രീതി ഇപ്പൊ സംസാരിക്കുക പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ല. പിന്നെ അവരെ പോലെ തന്നെ ജോലി ചെയ്ത് അല്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മറ്റൊരു നല്ല ജോലി കിട്ടുന്നത് വരെ തുടരാൻ. മറ്റൊരു നല്ല ജോലി എനിക്ക് കിട്ടിയിട്ടേ ഇല്ല, ഞാൻ ഇവിടെ തന്നെ ആജീവനാന്തം ചെയ്യുമെന്ന് പറയരുത്. അങ്ങനെ ഞാൻ പറഞ്ഞു. അല്ല ഞാൻ പറയുകയാണ്, അതൊക്കെ പറയണമല്ലോ. നിങ്ങളത് TTC വരെ പഠിച്ചതാ, TTC വരെ പഠിച്ച കുട്ടിയാ. കുറച്ചുകൂടെ നല്ല ജോലി കിട്ടുമ്പോൾ മാറും. അത് അയാൾ ശ്രമിച്ചിട്ടായാലും നിങ്ങൾ ശ്രമിച്ചിട്ടായാലും അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ മാറാം. അതുപോലെ തന്നെ അയാളെയോ അയാളുടെ മറ്റ് വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചോ നടന്നു കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ചോ ഒന്നും പറഞ്ഞ് മാനസികമായോ മറ്റൊരു വാക്കുകൾ കൊണ്ടോ പീഡിപ്പിക്കാനോ വിമർശിക്കാനോ പാടില്ല. ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ രണ്ടു കൂട്ടരും മറക്കുക. അതിനെക്കുറിച്ച് ആരും ഒരു പോസ്റ്റ്മോർട്ടം ഇനി വേണ്ട. അപ്പൊ എന്തായാലും രേവതി അങ്ങനെ എഴുതുകയാണ് കേട്ടോ, അല്ലേ? തീരുമാനങ്ങൾ രേവതിക്ക് അറിയാമല്ലോ. 3 മാസം വരെ നമ്മളവിടെ താമസിക്കും വീട്ടിൽ. അത് കഴിഞ്ഞ് വാടകയ്ക്ക് വീട് എടുത്തു കഴിയുമ്പോൾ അങ്ങോട്ട് പോകാം. അതല്ല നിങ്ങൾക്ക് അവിടെ തന്നെ പറ്റുവാണെങ്കിൽ ഒന്ന്. പിന്നെ വേറൊരു നല്ല ജോലി കിട്ടുന്നിടം വരെ ബേക്കറിയിൽ ജോലിക്ക് പോവാം. പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തമ്മിൽ പറഞ്ഞ വീട്ടുകാരെ ഇതിനകത്ത് ഇടപെടുത്തരുത്. അമ്മയും ഇൻക്ലൂഡിങ് നിങ്ങളുടെ സ്വന്തം അമ്മയും നിങ്ങളുടെ വീട്ടുകാരി നിങ്ങൾ തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കണം. എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും 2 വീട്ടുകാരെ ഇടപെടുത്തരുത്. അതാണ് അത്യാവശ്യ കാര്യം. നിങ്ങളെ ഇത്രയും അകത്തിയ നിങ്ങളുടെ വീട്ടുകാരാ, അതുകൂടെ പറയണമല്ലോ ഇടയിൽ. നിങ്ങൾ തമ്മിൽ നേരിട്ട് ഇത്രയും പറഞ്ഞ് ഇത്രയും കുഴപ്പമുണ്ടാവത്തില്ല. ഒരു പരിധി വരെ നിങ്ങളുടെ വീട്ടുകാരിനകത്ത് പറ്റും. പിന്നെ അയാൾ പണി കഴിഞ്ഞ് വന്ന് അയാളുടെ മക്കള് അയാളുടെ മുമ്പിൽ ഉണ്ടാവണം. കുഞ്ഞുങ്ങൾക്ക് അങ്ങോട്ടും തിരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവണം. മക്കള് അയാൾ ഉള്ള സമയത്ത് ആ വീട്ടിൽ വളരണം. വീട്ടിലെ കറികളും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കണം. അയാളോട് സഹകരിക്കണം അടുക്കളയിൽ. ഇവര് ജോലിക്ക് അല്ല അത് വരുന്നില്ലല്ല. അല്ലല്ല അങ്ങനല്ലേ പറഞ്ഞ ഇവിടെ മാത്രം അയാളുള്ളപ്പോ അയാളുടെ മക്കൾ അയാളുടെ മുമ്പോട്ട്. കാരണം അതിന്റെ ഉത്തരവാദിത്തങ്ങൾ അയാൾ മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾ എന്ത് പഠിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്ന് മുമ്പിൽ നിന്ന് വളർന്നാലേ മനസ്സിലാവും. അപ്പന്റെ കൂടെയും കൊച്ചച്ഛൻ്റെ മാത്രം വളർന്നുകൊണ്ടിരുന്നാലും അവര് നോക്കിക്കോളൂ എന്നുള്ള ഒരു ചിന്താഗതിയായി കൊണ്ടാവരുത്. അത് ശരിയല്ല. അയാൾക്ക് തന്നെ മനസ്സിലാവണം. പിന്നെ നാളെ കുഞ്ഞുങ്ങൾക്കും അപമാനം വരണം. അച്ഛനെ എപ്പോഴും കണ്ടോണ്ടിരുന്നാൽ അച്ഛൻ പറയുന്ന അനുസരിക്കണം, അച്ഛനാണ് അനുസരിപ്പിക്കേണ്ട ആളെന്നൊരു തോന്നൽ അവർക്ക് വരണം. ആളവളും വളർന്നു വരികയല്ലേ അവരും. ഹർജിക്കാരനും എതിർകക്ഷിയും തമ്മിലുള്ള തർക്കങ്ങൾ താഴെ പറയുന്ന വ്യവസ്ഥകൾ പ്രകാരം രമ്യമായി പരിഹരിച്ചിരിക്കുന്നു. വ്യവസ്ഥകൾ: 1. ഹർജിക്കാരനും എതിർകക്ഷിയും ഭാര്യാഭർത്താക്കന്മാരായി അവരുടെ 2 കുട്ടികളുമൊത്ത് ഇരു കക്ഷികളുടെയും പേരുള്ള വർക്കല വില്ലേജിൽ കരിനിലക്കോട് ദേശത്തുള്ള കാഞ്ഞിരവിളാകം വീട്ടിൽ 14/2/2016 മുതൽ 3 മാസത്തേക്ക് താമസിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. വ്യവസ്ഥ 2.
മേൽപ്പടി 3 മാസങ്ങൾക്ക് ശേഷം ഇരു കക്ഷികൾക്കും സമ്മതമെങ്കിൽ മേൽപ്പടി വീട്ടിൽ തുടർന്ന് താമസിക്കാവുന്നതും, അല്ലാത്ത പക്ഷം ആറ്റിങ്ങൽ ഭാഗത്ത് ഇരു കക്ഷികൾക്കും സൗകര്യപ്രദമായ സ്ഥലത്ത് ഒരു വാടക വീടെടുത്ത് തുടർന്ന് താമസിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. വ്യവസ്ഥ 3. മറ്റൊരു മെച്ചപ്പെട്ട ജോലി കിട്ടുന്നത് വരെ എതിർകക്ഷി ഇപ്പോൾ വർക്കലയുള്ള ബേക്കറിയിൽ ചെയ്തു വരുന്ന ജോലി തുടർന്ന് ചെയ്യാവുന്നതാണെന്ന് ഇരു കക്ഷികളും സമ്മതിച്ചിരിക്കുന്നു. വ്യവസ്ഥ 4. ഇരു കക്ഷികളുടെയും സ്വസ്ഥമായ കുടുംബജീവിതത്തിന് തടസ്സമുണ്ടാകത്തക്ക വിധത്തിൽ ഇരുവരുടെയും ബന്ധുക്കൾ ഇടപെടാൻ പാടില്ല എന്നും സമ്മതിച്ചിരിക്കുന്നു. രണ്ടു കൂട്ടർക്കും സമ്മതമല്ലയോ? പ്രസാദിന് സമ്മതമാണോ? രേവതിക്ക് സമ്മതമാണോ? സമ്മതമാണ്. എന്നാലും വന്ന് ഒപ്പിടാം. പ്രസാദ് വന്ന് ഒപ്പിടും. ഇവിടെ രേവതിയും പ്രസാദും ഇന്ന് 2 കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരാണ്. അവരിന്ന് അനുഭവിക്കുന്ന ദുഃഖം അവരുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകാതിരിക്കണമെങ്കിൽ രേവതിയും പ്രസാദും നല്ല അച്ഛനമ്മമാരായി ജീവിക്കണം. അവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചും ലാളിച്ചും അവർ വളർത്തണം. ആ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ രേവതിയും പ്രസാദും ഒന്നിച്ച് ജീവിച്ചേ കഴിയൂ. അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത്, സുരക്ഷയെ ഓർത്ത്, നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ രണ്ടും ഒന്നിച്ച് പഴയ കാര്യങ്ങളെല്ലാം മറന്ന്, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങിക്കഴിഞ്ഞിരുന്ന നിങ്ങൾ എല്ലാ കാര്യങ്ങളും മറന്ന് ഒന്നിച്ച് ജീവിക്കാൻ തയ്യാറാകണം. അവരൊന്നിച്ച് ജീവിക്കാൻ വേണ്ട സൗകര്യം രേവതിയുടെയും പ്രസാദിൻ്റെയും ഭാഗത്തെ ബന്ധുക്കളും ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഈ പാനലിന് പറയാനുള്ളത്. ഒന്നിപ്പിക്കാനാണ് ഏറ്റവും ആവശ്യം, പിരിക്കാനല്ല. ചെറിയ ചെറിയ മാനുഷികമായ ചില പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ഈ പറഞ്ഞ പ്രസാദ് എന്ന് പറയുന്ന ആളിന് ചില മാനസികമായ ചില അറിവ് കുറവുകളുണ്ട്, ബാല്യകാലത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഈ മാതിരി എല്ലാ ചില ബിഹേവിയറൽ ഡിസ്റ്റർബൻസ് വേണമെങ്കിൽ പറയാം. ആ ബിഹേവിയറൽ ഡിസ്റ്റർബൻസ് കൊണ്ടുള്ള ഒരു മാൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സമൂഹത്തോട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാൻ വയ്യായിരുന്നു. അത് ഭാര്യയ്ക്ക് കുറച്ചുകൂടെ കഴിവും പ്രാപ്തിയുണ്ട്. അപ്പം അതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ ചില അറിവ് കുറവുകളും ഉണ്ട്. ഇത് രണ്ടുപേരും തമ്മിൽ മനസ്സിലാക്കി ഒന്നിച്ച് ജീവിക്കണമെന്നാണ് ഈ അദാലത്തിൻ്റെ തീരുമാനം. രണ്ടുപേരും തമ്മിൽ ഒന്നിച്ച് നല്ലൊരു തീരുമാനത്തിൽ പോയതുകൊണ്ടിൽ ഈ അദാലത്ത് അങ്ങേയറ്റം സന്തോഷിക്കുന്നുവെന്ന് കൈരളി ചാനലിൽ കൂടെ പറയാൻ ഏറ്റവും ആഗ്രഹിക്കുന്നു. പ്രസാദ് ഇപ്പോൾ എത്ര അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും പ്രസാദിന് ശരിക്കും നല്ലൊരു തിരിച്ചറിവുണ്ടായിരുന്നു ഉള്ളിൽ. ആ തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് കുടി നിർത്തണം എന്ന് സ്വയം തോന്നിയതാണ്, മറ്റാരും പറഞ്ഞതല്ല. ശരിക്കും പ്രസാദിൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് അങ്ങനെ ഒരു തിരിച്ചറിവ് ഇല്ലായിരുന്നെങ്കിൽ ഏതൊരു അവസ്ഥയിൽ ചെന്നെത്തും എന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം ആരും ഗൈഡ് ചെയ്യാനില്ലാഞ്ഞിട്ട് കൂടി അങ്ങനെ ഒരു തിരിച്ചറിവ് വന്നതുകൊണ്ട് തന്നെ വൈഫിൻ്റെ ഈ ഒരു ഡൗട്ട് മാറ്റിയെടുക്കാനും പ്രസാദിന് പറ്റും. ഒരു പരിധി വരെ വരൂ റിലേറ്റീവ്സൊക്കെ നമ്മുടെ കൂടെ. അത് കഴിയുമ്പോഴത്തേക്ക് ഹസ്ബൻഡൊക്കെ തന്നെ ഹസ്ബൻഡേ കാണും. കുട്ടികളുടെയും കാലം കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അല്ല ഒരുമിച്ച് ജീവിക്കാനുള്ളത്. അപ്പം ആ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ ഇപ്പം അടുത്തിരുന്നപ്പോൾ തന്നെ ഒരു സന്തോഷമായിരുന്നില്ലേ ഇല്ലേ? അത് എന്നും നിലനിർത്തുക. ഓക്കെ, നമ്മൾ കഥയുടെ തുടക്കത്തിൽ കേട്ടു പ്രസാദിൻ്റെ ഒരു പരാതിയല്ല, ആവശ്യമായിട്ടായിരുന്നു പ്രസാദ് വന്നത്. കുടുംബമായിട്ട് ഒന്നിക്കണം, തൻ്റെ ജീവിതത്തിൽ പറ്റിയ ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ മാറ്റി ഒരു നല്ല ജീവിതം വേണം എന്നാഗ്രഹിച്ചു വന്നു. അവരുടെ ബന്ധുക്കൾ വന്നു, അതുപോലെ തന്നെ ഭാര്യ രേവതി വന്നിട്ടുണ്ട്, രേവതിയുടെ ബന്ധുക്കൾ വന്നു.
ഇതിന് കുറച്ച് അധിക സമയം ചർച്ച ചെയ്ത് ചില തർക്കങ്ങളുടെയൊക്കെ ഒടുവിൽ നല്ലൊരു തീരുമാനം തന്നെയാണ് രണ്ടുപേരും ചേർന്ന് എടുത്തിരിക്കുന്നത്. ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ആ കുഞ്ഞുങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. വീണ്ടും കാണാം ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.